അധികാരവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് അധികാരം ജനങ്ങളെ സേവിക്കാനുള്ള ഒന്നാണ് എന്നുള്ളതാണ്. അതിന് സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇതുവരെ അധികാരം സ്വീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി സ്ഥാനം വെള്ളിത്തലകയിൽ വച്ചു നീട്ടപ്പെട്ട എല്ലാ പാർട്ടികളും ചേർന്ന് അത് വേണ്ടെന്ന് വെക്കാൻ ആർജവം കാണിച്ച പാർട്ടിയാണ് CPIM. ഇവിടെ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും നിരവധി ദിവസങ്ങൾ CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ വന്ന് കേന്ദ്ര ഗവൺമെന്റിൽ പങ്കാളിത്തം ആവാം, എത്ര മന്ത്രിമാരെയും ആവാം എന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് വെക്കാൻ കരുത്തു കാണിച്ച പാർട്ടിയാണ് CPM. തമിഴ്നാടും ആന്ധ്രയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലുള്ള ഏതാണ്ട് 8 സ്റ്റേറ്റുകളിൽ ഗവൺമെന്റിലേക്ക് ക്ഷണിക്കപ്പെട്ട് ഞങ്ങൾ ഇല്ല എന്ന് പറയാൻ കരുത്തുള്ളൊരു പാർട്ടിയാണ് CPM. അതുകൊണ്ട് മറ്റിപ്പോൾ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾക്കൊന്നും അത്തരം കാര്യം ആലോചിക്കാനേ ആവില്ല. പിന്നെ എന്തുകൊണ്ടാണ് പിണറായിയെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ മുന്നോട്ടേക്ക് വരുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്കറിയാം കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിലെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ് പിണറായി വിജയനാണ്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കാര്യം നല്ലതുപോലെ ബോധ്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിന് രണ്ടുത്തരവില്ല. ഏറ്റവും സീനിയർ ആയിട്ടുള്ള PB അംഗം ഈ കേരളത്തിലെ പ്രസ്ഥാനത്ത് നയിക്കുന്ന സഖാവ് പിണറായിയാണ്. അതുകൊണ്ട് പിണറായിയെ ശരിപ്പെടുത്തിയാലല്ലാതെ LDFനെയോ CPMനെയോ തകർക്കാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് വട്ടമിട്ട് കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര ഏജൻസികൾ, അതുപോലെ തന്നെ ഇവിടെ BJPക്കാര്, കോൺഗ്രസ്, UDF, ലീഗ്, അവർക്ക് വേണ്ടി ശ്രമിക്കുന്ന മാധ്യമങ്ങൾ അവരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ വട്ടമിട്ട് ആക്രമിക്കുന്നത്. അദ്ദേഹം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാത്ത ഒരാളല്ല. എത്രയോ കാലമായിട്ട് കേരളത്തിന് പരിചിതമായിട്ടൊരു മനുഷ്യനാണല്ലോ സഖാവ് പിണറായി. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരൊക്കെതിരെ വെച്ചായിരുന്നു ആക്രമണം? ബിരിയാണി ചെമ്പിനകത്തുള്ള സ്വർണം കടത്തലും, അതുപോലെ കൈതോലപ്പായും, അതുപോലെ ഈത്തപ്പഴത്തിനകത്തുള്ള സ്വർണവും ഖുറാനകത്തുള്ള സ്വർണ്ണക്കടത്തുമെല്ലാം ഇവിടെ EDയും അതുപോലെ CBIയും എല്ലാം ഉന്നയിച്ചത് ആർക്കെതിരായിട്ടാണ്? ഇതേ സഖാവ് പിണറായിക്കെതിരായിട്ടല്ലേ? പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് സഖാവ് പിണറായി അറിയാം. അദ്ദേഹം ഈ കഴിഞ്ഞ ഏതാണ്ട് 10-60 വർഷക്കാലമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ കൂടെയുണ്ട്. മർദ്ദനമേറ്റു വാങ്ങിച്ചും ത്യാഗങ്ങൾ സഹിച്ചും അവരെ നയിക്കാൻ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിച്ച് അദ്ദേഹത്തെ ശരിപ്പെടുത്തി അങ്ങനെ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്നുള്ള അവരുടെ പ്രതീക്ഷ അത് വൃദ്ധാവിലാകാൻ വേണ്ടി മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഗവൺമെന്റിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഗവൺമെന്റ് ഇപ്പോ ആഭ്യന്തര വകുപ്പിനെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുള്ളത് പോലെയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോ? അക്കാലത്ത് എത്രയാ ലോക്കപ്പ് മരണം, എത്രയാ ഭീകരമായ ലാത്തിചാർജുകൾ, എത്ര കേന്ദ്രത്തിലാണ് വെടിവെപ്പുകൾ. എന്നാൽ പിന്നിട്ട് പോയ 9.5 കൊല്ലക്കാലമായിട്ട് ലോക്കപ്പ് മരണമില്ല, വെടിവെപ്പില്ല, സംഘടിതമായിട്ട് ആക്രമണങ്ങളില്ല. കേരളം ഈ പറയുന്ന ആഭ്യന്തര സമാധാനത്തിന്റെ രംഗത്ത് മറ്റേതു സ്റ്റേറ്റിനേക്കാളും മികവാർന്ന നിലയ്ക്ക് നിൽക്കുന്നു. വികസനത്തിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞില്ല, ആരോഗ്യ മേഖല 860 കോടി രൂപ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചതാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് 2015-16. ഇപ്പോൾ ചെലവഴിക്കുന്നത് 8640 കോടിയാണ്.